Bldc സീലിംഗ് ഫാനിൻ്റെ കൺട്രോൾ കാർഡും അതിൻ്റെ SMBSും സെപ്പറേറ്റ് ഫിറ്റ് ചെയ്യുന്ന ബോക്സാണിത്. ആ ബോക്സാണത്. പിന്നെ അതിൻ്റെ ടോപ്പാണിത്. പിന്നെ SMBS ആണിത്. കൺട്രോൾ കാർഡുമാണിത്. ഇനി ആ SMBS വെക്കുന്ന ട്രാക്ക് ഇങ്ങനെ ട്രാക്ക് കയറ്റും. ഇങ്ങേ സൈഡ് കൺട്രോൾ കാർഡിനും ട്രാക്കുണ്ട്. അതിൽ കയറ്റിയിട്ട് ഒരു DC വയറുണ്ട്. ആ വയർ നേരെ ഇതിൻ്റെ DCക്ക് നെഗറ്റീവും പോസിറ്റീവും മാറാത്ത രീതിയിൽ അങ്ങനെ കുത്തുക. പിന്നെ ഇതിലുള്ള ഈ ഇത് IR ആണ്. IR കുത്തുന്ന സ്ഥലം അതാണ്. പിന്നെ മോട്ടർമെന്ന് വരുന്ന വയർ, കുത്തുന്ന സ്ഥലമാണ് അത്. ഇത്രയാണ് അത് ഫിറ്റ് ചെയ്യാണ്. ഞാൻ ഫിറ്റ് ചെയ്യുന്ന രീതി എങ്ങനെ കാണിച്ചു തരാം. DC മോട്ടർ കോയിൽ മാറ്റി വെച്ച മോട്ടറാണത്. അതിന് ഈ ബോക്സ് വെക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ആ വയർ അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ആദ്യമായിട്ട് അങ്ങോട്ട് കയറ്റി വെക്കുക. എന്നിട്ട് ആ ബോക്സ് ഇങ്ങനെ ഇടുക. ഇടുമ്പോൾ അതിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഉള്ളോട്ട് അതിൻ്റെ വയർ എടുക്കുക. അങ്ങനെ വേണ്ടി ഇറക്കിയിട്ട് നമ്മൾ കപ്പാസിറ്ററിൻ്റെ സ്ക്രൂ കഴിച്ച ഒരു ഹോളുണ്ട് അവിടെ. ആ ഹോളിലേക്ക് ആ സ്ക്രൂ ഇട്ടിട്ട് ആ ബോക്സ് ആദ്യം അവിടെ ടൈറ്റാക്കി കൊടുക്കുക. ഓക്കെ. ഇനി വെച്ചിട്ട് ഇതിൻ്റെ SMBS ആദ്യമായിട്ട് SMBS ട്രാക്ക് വെച്ചു. ഇനി മദർ ബോർഡും ഇട്ടു. SMBS വന്ന് ആ DC വയർ, ഇത് കോയിലിൻ്റെ വയർ നോക്കിയിട്ട് കറക്റ്റായിട്ട് അതിന്മേൽ കുത്തി. DC വയർ കുത്തി. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ IRൻ്റെ വയർ കുത്തി. ആ ടോപ്പിനൊരു ഹോൾ ഉണ്ടാവും. അതിലൂടെ IR പുറത്തേക്ക് ഇടുക. എന്നിട്ട് ഒരു കണക്ടർ, AC-ൻ്റെ കണക്ഷൻ കൊടുക്കണ ഒരു കണക്ടർ ഉണ്ടാവും ഇവിടെ. ആ കണക്ടറിൻ്റെ ഭാഗം അതാണ്. ആ കണക്ടർ നേരെ ഇതാക്കിയിട്ട് വെച്ചു. ഓക്കെ. 2 സ്ക്രൂ സൈഡിനും അവിടെ 2 ചെറിയ ഹോൾ ഒളിച്ചിട്ട് 2 സ്ക്രൂ ചെയ്യുക. അത്രയേ ഉള്ളൂ. പിന്നെ റാഡ് കൊടുക്കുക. പിന്നെ കപ്പിൻ്റെ മേലെ ആ സെൻസർ പുറത്തേക്ക് ഇടണം. പിന്നെ അത് ആ കപ്പ്, ഇതിൻ്റെ റിമോട്ട് ഇതാണ്. റിമോട്ട് 1 2 3 4 5 6 എന്ന് പറഞ്ഞത് പിന്നെ ടർബോ. പിന്നെ ഒരു സ്ലീപ്പ് മോഡുണ്ട്. അത് സെൻറ്ററത്തത്. പിന്നെ ടൈമറാണ്. 2 മണിക്കൂർ, 4 മണിക്കൂർ, 8 മണിക്കൂർ അങ്ങനെ ടൈമറുണ്ട്. പിന്നെ ഒരു സ്മാർട്ട് മോഡുണ്ട്. പിന്നെ റിവേഴ്സ് ഉണ്ട്. ഇത്രയും ഓപ്ഷൻസാണ് റിമോട്ടിലുള്ളത്. ഒരു ഓൺ ഓഫും. അങ്ങനെ പുറത്തൊരു ബട്ടൺ ഡമ്മിയാണ്. അതിലൊന്നും ഉണ്ടാവില്ല ആ ബട്ടൺ. നമ്മളിപ്പോൾ ഇനി ഇതിനെ വർക്കിംഗ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 എന്നൊക്കെ സ്പീഡുകളാണ്. എത്രയിലാണ് സ്പീഡ് വേണ്ട വെച്ചാൽ ആ സ്പീഡിനനുസരിച്ച് കിട്ടും. അതിനനുസരിച്ച് വാട്ട്സും വ്യത്യാസം വരും. 6 എന്ന് പറഞ്ഞാൽ ടർബോ ആണ്. കുറച്ച് സ്പീഡ് കൂടുതലാണ് വരിക. അതിൽ അത്യാവശ്യം വാട്ട്സ് ഒരു 30 വാട്ട്സ് കണ്ടൊക്കെ 6 വരും. നല്ല RPM ഓണിക്കാരം. പിന്നെ സ്ലീപ്പ് എന്ന് പറഞ്ഞ മോഡിൽ സെൻറ്ററത്താണ് ബട്ടൺ. ആ സ്ലീപ്പ് മോഡ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പിന്നെ ബസറടിക്കും. 2 ബസറടിച്ചാൽ ഓണാണ്. സ്ലീപ്പും കൂടെ ഓണ്. പിന്നെ ഒന്നും കൂടി നോക്കിയാൽ സ്ലീപ്പും കൂടെ ഓഫ്. സിംഗിൾ ബസർ ഉണ്ടാവും. ഒന്നും കൂടി കാണിച്ചു തരാം. ഒന്ന് നോക്കിയാൽ 2 ബസർ, നോക്കിയാൽ 1 ബസർ. ഇത് ഓഫാണ്. 2 ബസർ അടിക്കേണ്ടത് ഓണാണ്. അപ്പോൾ ഈ സ്ലീപ്പ് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഉറങ്ങുന്ന ടൈമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓരോ മണിക്കൂർ ഇടവിട്ട്, ഇപ്പോൾ 5-ലാണ് നിങ്ങൾ സ്പീഡ് ഓടിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ 5-ൽ 1 മണിക്കൂർ ഓടും. 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അത് 4-ലേക്ക് മാറും. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ 3-ലേക്ക്, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ 2-ൽ, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ 1-ൽ. അങ്ങനെ 1-ൽ പെർമനൻ്റായിട്ട് അവിടെ നിൽക്കും. അങ്ങനെ അതിലുണ്ടാവും സ്ലീപ്പ് മോഡ്. ആ സ്ലീപ്പ് മോഡിൽ നിന്ന് നമുക്ക് ഒഴിവാകണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഒന്നും കൂടി ആ പുഷ് ബട്ടൺ നിൽക്കിയാൽ ഒരു സിംഗിൾ ബസറടിക്കും. അപ്പോൾ അതിന് സ്ലീപ്പ് മോഡിൽ നിന്ന് പോയി ഇനി പിന്നെ ഏതിലാണ് നിങ്ങൾക്ക് ആ സ്ലീപ്പ് മോഡിൽ ഏതിലേ നിന്നീന് അതിലാണ് പിന്നെ കറങ്ങി കൊടുക്കുക.
അപ്പോൾ പിന്നെ അതിന് മാറ്റണമെന്നുണ്ടെങ്കിൽ 4ലോ 5ലോ അതിലേക്ക് മാറ്റിയാൽ മതി ഒന്നത്. പിന്നെ സ്മാർട്ട്, പിന്നെ വരുന്നത് സ്മാർട്ട്. ഈ സ്മാർട്ട് എന്ന് പറഞ്ഞത് ഓരോ സ്മാർട്ടിലിട്ട് കഴിഞ്ഞാലും അതേമാതിരി തന്നെ ഓണാക്കുമ്പോൾ 2 ബസർ വരും. ആ 2 ബസർ ഇനി ഒന്നുകൂടി നോക്കിയാൽ ഓഫ്. അപ്പോൾ ഓണിലാണ് സ്മാർട്ട് മോഡിൽ ഓണിലാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓരോ 20 സെക്കൻഡ് 10 സെക്കൻഡ് ആവുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഓരോ സ്പീഡിലേക്ക് മാറി 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 വന്നുകൊണ്ടേന്നു. 1 1 2 3 അങ്ങനെ ആണ്ടൊന്ന് മാറി ചേഞ്ച് ചെയ്ത് കൊണ്ടേന്നു. അതാ സ്മാർട്ട് മോഡ്. അത് ചിലവർ വിളിക്കലുണ്ട് ഇത് പിന്നെ സ്പീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കാൻ. അത് സ്മാർട്ട് മോഡ് കിട്ടുന്നതുകൊണ്ടാണ്. അത് ഒന്നും കൂടി ബസർ അടിച്ച് കണ്ട് ഓഫാക്കിയാൽ മതി. ഓഫാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട സ്പീഡിലേക്ക് 4ലോ 5ലോ ഇല്ലാച്ചാൽ പ്രസ് ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ ആ സ്പീഡിലേക്ക് തന്നെ വരും. പിന്നുള്ളത് ഫങ്ഷൻ റിവേഴ്സാണ്. റിവേഴ്സ് മോഡ്, റിവേഴ്സ് അത് റിവേഴ്സ്. ആ റിവേഴ്സിൻ്റെ ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ കുറച്ച് ലോങ് ബസറുകൾ അടിച്ചിട്ട് ഫാൻ ആൻഡ് ഓഫ് ആവും. ഓഫായതിന് ശേഷം രണ്ടാമത് ബാക്കിലോട്ട് കറങ്ങും. അതുണ്ടാവുക റിവേഴ്സ്. റിവേഴ്സിൻ്റെ ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ചില സ്ഥലങ്ങളിലൊക്കെ ഹീറ്ററുള്ള സ്ഥലങ്ങളിലൊക്കെ ചൂട് കാറ്റ് മേലെ വരുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് പോരാൻ വേണ്ടിയിട്ടാണ് റിവേഴ്സ് മോഡ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ റിവേഴ്സ് മോഡിന് അങ്ങനെ ആവശ്യമില്ല എങ്കിലും അതാണ്. പിന്നെ റിവേഴ്സ് മോഡിന് റിലീസ് ആവണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ റിവേഴ്സ് മോഡിന് ഒന്നുകൂടി നിൽക്കുക.